ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്പാർക്ക് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വളരെയധികം ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ കുറിച്ചുള്ള വാർത്തയാണ്. HMPV വൈറസ്, ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എന്ന് പറയുന്ന ആ വൈറസിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് എല്ലാവരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ COVID-19 പോലെ ചൈനയിൽ നിന്നാണ് HMPV വൈറസിന്റെ വ്യാപനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. COVID-19 നമ്മുടെ എല്ലാ ജീവിത മേഖലയെയും, നമ്മുടെ ആരോഗ്യ മേഖലയും, നമ്മുടെ സാമൂഹ്യ മേഖലയെ എല്ലാം ബാധിച്ച് നശിപ്പിച്ച ഒരു വൈറസാണ്. അതുപോലെയാണോ ഈ HMPV വൈറസ് നമ്മളെ എല്ലാ തരത്തിലും ബാധിക്കുമോ എന്നുള്ള ഭയം എല്ലാ ജനങ്ങളിലും ഇപ്പോൾ വ്യാപിച്ചു വരുന്ന സമയമാണ്. ഈ സമയത്താണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുമെല്ലാം ഇത് വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ചൈനയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. വിന്റർ സമയത്ത് ഏകദേശം കേസ്, അതായത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് HMPV വൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസ് ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നതെന്ന് പറയുന്നത് കോവിഡ് പോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തെയാണ്. 14 വയസ്സുകളിൽ താഴെ പ്രായമുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. കൂടാതെ പ്രായമുള്ള ആൾക്കാരിലുമാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചൈനയിൽ നോക്കുകയാണെങ്കിൽ ചൈനയുടെ എല്ലാ പ്രദേശത്തും ഇത് വ്യാപിക്കുന്നതായിട്ട് കാണുന്നില്ല. ചൈനയുടെ നോർത്ത് പ്രവിശ്യയിലാണ് ഇത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ഇതുകൊണ്ട് മാത്രമാണോ ആൾക്കാർ ചൈനയിൽ മരണപ്പെടുന്നത്? ഒരിക്കലും അല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പോഴും COVID-19 പോലുള്ള വൈറസിന്റെ ആക്രമണങ്ങൾ ചൈനയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ കൂട്ടത്തിലാണ് HMPV വൈറസിന്റെ കൂടി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആൾക്കാർ മരണപ്പെടുകയും കൂടുതൽ ആൾക്കാരെ ഹോസ്പിറ്റലൈസേഷൻ ആവുകയും ചെയ്യുന്നത്. അല്ലാതെ ഇത് അത്ര തീവ്രമായി COVID-19 പോലെ വ്യാപിക്കും എന്ന് ഒരു വിദഗ്ധരും അഭിപ്രായപ്പെടുന്നില്ല. കൂടാതെ ചൈനീസ് ഗവൺമെന്റോ നമ്മുടെ ലോകാരോഗ്യ സംഘടനയോ ഇതിനെക്കുറിച്ച് യാതൊരുവിധ റിപ്പോർട്ടുകളും ഇതിന്റെ വ്യാപനത്തെക്കുറിച്ച് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആധികാരികമായി നമുക്ക് പറയാൻ സോഴ്സും കാര്യങ്ങളും ഇല്ല. പിന്നെ എവിടുന്നാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതുപോലെയുള്ള വാർത്തകൾ പൊക്കിയെടുക്കുന്നതെന്ന് നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ 3-4 ട്വിറ്റർ ഹാൻഡിലുകളിൽ വന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇതുപോലെയുള്ള വാർത്തകൾ ഇവർ ഊതിപ്പെരുപ്പിച്ച് റേറ്റിംഗ് കൂട്ടി ഇത് ജനങ്ങളിലേക്ക് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത്. അതിന്റെ ഒരു തരത്തിലുള്ള ആവശ്യമില്ല. എന്തായാലും കോവിഡ് മഹാമാരി പോലെ HMPV വൈറസ് വ്യാപിക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. പിന്നെ കൂടാതെ നമ്മുടെ HMPV വൈറസ് എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയ പുതുതായി കണ്ടെത്തിയ ഒരു വൈറസ് അല്ല. ഇത് 2001 മുതൽ നമ്മുടെ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു കോമൺ കോൾഡ് വൈറസ് ആണ്. അതായത് നെതർലാൻഡിലാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2001 നെതർലാൻഡിലാണ് ഈ HMPV വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ 2023, 2024 കാലഘട്ടത്തിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കുറെ പേരുടെ ജീവൻ എടുത്തിട്ടുള്ളതാണ് ഈ HMPV വൈറസ്. അത് അങ്ങനെ മാരകമായ രീതിയിൽ വ്യാപനശേഷിയുള്ള ഒരു വൈറസ് അല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താന്ന് വെച്ചാൽ 2001 മുതലുള്ള വൈറസ് ആണ്. ഇപ്പോൾ ചൈനയിൽ കൂടുതലായി ഇത് വ്യാപിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ നമ്മൾ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. കോവിഡ് വൈറസ് പോലെ ഇത് നമുക്ക് ലോക്ക്ഡൗണോ കാര്യങ്ങളിലേക്കോ അങ്ങനെയൊന്നും പോകില്ല. അധികം പ്രശ്നങ്ങളില്ലാതെ തന്നെ പോകുമെന്നാണ് വിദഗ്ധരെല്ലാവരും പറയുന്നത്. ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അധികം പരിഭ്രാന്തരാകേണ്ട യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും ഉണ്ട്. ഈ വൈറസിനെല്ലാം ചെയ്യാവുന്ന, കോവിഡ് വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണോ പ്രതിരോധിച്ചത് അതുപോലെ തന്നെയാണ് ഈ HMPV വൈറസിനെ പ്രതിരോധിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും കൈ കൊണ്ട് തൊടുകയാണെങ്കിൽ നമ്മൾ കൈ ഒരു നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഒരു 20 സെക്കൻഡെങ്കിലും നമ്മുടെ കൈ നല്ല രീതിയിൽ കഴുകുക. ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് കൊണ്ടുവരാതെ മാക്സിമം നോക്കുക. പിന്നെ നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക്, നമുക്ക് ജലദോഷമോ പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും നമ്മളൊരു മാസ്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. വളരെയധികം ശ്രദ്ധിക്കുക. മാസ്കിന്റെ ഉപയോഗം വളരെയധികം നല്ലതാണ്. ഇതുപോലെയുള്ള വൈറസുകളിൽ നിന്ന് നമ്മളെ
പ്രൊട്ടക്ട് ചെയ്യാൻ മാസ്കിന്റെ ഉപയോഗം വളരെ നല്ലതാണ്. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസിനെയും പ്രതിരോധിക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ കേട്ട് പരിഭ്രാന്തരായി നമ്മൾ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഈ HMPV വൈറസിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും നമ്മളെ അറിയിക്കും. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക. ജാഗ്രതയോടെ നമ്മൾ ഈ എല്ലാ അസുഖങ്ങളെയും നമ്മൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അസുഖം നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഊതിപ്പെരിപ്പിച്ച് റേറ്റിംഗ് കൂട്ടുന്ന പരിപാടി വളരെ മോശമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആരും വളരെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്കിതെല്ലാം നിയന്ത്രിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്തു എങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് എല്ലാവരിലേക്കും എത്തിക്കും.